ഇടമാണ്. സുഹൃത്തുപൂർണ്ണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. പാലാരൂപ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സിബിഐ ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ വയോജന സംഗമത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധനായിരിക്കുന്ന നാം ഈശോയോടൊപ്പം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും സഞ്ചരിച്ച് ഈശോയെ നെഞ്ചോട് ചേർത്ത് വെച്ച നിഷ്കളങ്കതയോടെ പുഞ്ചിരിക്കുന്ന അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും നാമും സന്തോഷത്തിൽ പങ്കുചേരുന്നു. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. പ്രാർത്ഥനയിൽ അടിയുറച്ച വിശ്വാസികളാണ് നമ്മോടൊപ്പം ഇന്ന്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈശ്വര പ്രാർത്ഥന. തന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് സിബിലിയുടെ ഗണത്തിൽ മുഴങ്ങി നിൽക്കുന്ന ശബ്ദം ഈ യോഗത്തിലേക്ക് നാം ഏവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനായി വേറിട്ട ആശയശൈലി കൊണ്ട് നമ്മെ അമ്പരിപ്പിക്കുന്ന ഈ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയും സൺഡേ സ്കൂൾ ഡയറക്ടറുമായ ഫാദർ ജോൺസൺ പാക്കരമ്പലച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ പാളിത്തോട്ടത്തച്ഛ, നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ കാലായിലച്ഛ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സംഘടനാ പ്രസിഡന്റുമാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, ആദ്യമേ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ ഇലയനായി ഞാൻ ഒന്ന് ശിരസ് നമിക്കുകയാണ്. കാരണം ഞങ്ങളെക്കാളൊക്കെ വലിയേറെ അനുഭവവും ജീവിതത്തെ മുഴുവനും പഠിച്ചവരുമായ നിങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹ ബഹുമാനത്തോടുകൂടി ഒരു പൂപ്പൈ നൽകുകയാണ്. ഇന്ന് നമ്മൾ ഒരു സുന്ദരമായ നിമിഷത്തിലാണ്. നമ്മുടെ ഇടവകയിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഒരു സംഗമം നടത്തുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. പ്രസിദ്ധനായ ബെർണാഡ് ഷാ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, പ്രായം ചെല്ലുമ്പോൾ ചിരിക്കാതിരിക്കരുത്, കാരണം നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വയസ്സുണ്ടെന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കും. സ്നേഹം നിറഞ്ഞവരെ, വയസ്സ് എന്ന് പറയുന്നത് അത് ഒന്നും
കൂടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ബാല്യകാലവും വാർദ്ധക്യകാലവും ഏകദേശം ഒരുപോലെയാണ്. ബാല്യകാലത്ത് മോണ കാട്ടിയുള്ള ചിരിയുണ്ട്. നിങ്ങൾക്കിപ്പോ പല്ലുകളൊക്കെ ഉണ്ട്. കുറെ 90, 95, 100 വയസ്സിനോടൊക്കെ അടുക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ മനുഷ്യനെ ചിന്തിക്കുന്ന പോലെ പറഞ്ഞാൽ നമ്മുടെ പല്ലുകളൊക്കെ കൂടി അത് സർവ്വസാധാരണമാണ്, ആരുടെയും കുഴപ്പമല്ല. അപ്പോൾ ഈ മോണ കാട്ടിയുള്ള ചിരി അത് വളരെ ആകർഷകമാണ്. ബാല്യകാലത്തിൽ നമ്മൾ എങ്ങനെ ചിരിച്ചോ അതുപോലെ വാർദ്ധക്യകാലത്തിലും നമ്മൾ ചിരിക്കും. എനിക്ക് തോന്നുന്നു ഈ കബണിയൊക്കെ കൊടുത്ത് നമ്മുടെ അമ്മച്ചി ഇവിടെയുണ്ട് അല്ലെ, ചട്ടയും മുണ്ട് കൊടുത്ത് കുണുക്കൊക്കെ ഇട്ട് ആ മോണ കാട്ടിയുള്ള ചിരി എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്ന് പോയ ഒരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാര് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ നസ്രാണി പാരമ്പര്യം എന്നതുപോലെ തന്നെ ഈ നല്ല കസവുമുണ്ടും ഒക്കെ ഉടുത്തുകൊണ്ട്, ചട്ടയും മുണ്ട് ഉടുത്തുകൊണ്ട്, നല്ല വലിയൊരു കുണുക്കും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ മോണ കാട്ടിന്ന് ചിരിച്ചാൽ അന്നത്തെ ദിവസം സമ്പൂർണ്ണമായി. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്നത്. ഈശോ പറഞ്ഞത് പോലെ തന്നെയാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകുക. ഒരുപക്ഷെ ജീവിതത്തിന്റെ യാത്രകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ 70, 80, 90 വയസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ വീണ്ടും ആ ബാല്യത്തിലേക്കുള്ള തിരിച്ചു നടത്താം. ഒരു കുഞ്ഞ് ചിന്തിക്കുന്ന പോലെ തന്നെ നിഷ്കളങ്കമായി ചിന്തിക്കുവാൻ, ഒരു കുഞ്ഞ് വാശി പിടിക്കുന്നത് പോലെ അല്പമൊക്കെ വാശി പിടിക്കുവാനായി, ഒരു കുഞ്ഞ് കൂടുതൽ സമയം ഉറങ്ങുന്നത് പോലെ കുറേ സമയം ഉറങ്ങുവാനായി, ഒരു കുഞ്ഞ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെയും ദൈവത്തെയും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന സമയം. ഇതൊക്കെയാണ് വാർദ്ധക്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. 70 വയസ്സൊന്നും വാർദ്ധക്യമല്ല കേട്ടോ, 100-നോടൊക്കെ അടുത്തുള്ള വാർദ്ധക്യമാണ്. ഇപ്പോഴും നിങ്ങൾ സ്റ്റിൽ യങ്ങാണ്. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ഗ്രേസ്ഫുൾ ആണ്. ആ ചിരി കണ്ടോ, മുമ്പിൽ ഇരുന്ന് അമ്മച്ചനെ ചിരിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ നാണം കുണുങ്ങി ചിരിക്കുകയാണ്. ആ ചിരി തന്നെയാണ് ബെർണാഡ് ഷാ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ചിരി ഒരിക്കലും നിങ്ങളുടെ മുഖത്തുനിന്ന് മായരുത്. കാരണം ഈ ചിരി മാഞ്ഞാൽ നിങ്ങൾക്ക് വാർദ്ധക്യമായെന്ന് മറ്റുള്ളവർ ധരിക്കുന്നു. നമ്മുടെ ചിരികൾ നമ്മുടെ മുഖത്തുനിന്ന് മാറാതിരിക്കട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. അച്ഛന്റെ മനസ്സിൽ തോന്നിയ ഈ ഒരു ആശയം നമ്മുടെ ഇടവകയിലെ പ്രായം ചെന്ന വ്യക്തികളെ ബഹുമാനിക്കുന്നതോടൊപ്പം ആദരിക്കുകയും ചെയ്യണം. ഒരുപക്ഷെ വാർദ്ധക്യത്തിന്റെ ഓരോ ദിവസങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒറ്റപ്പെടാനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇന്ന് കൂടുതൽ, മക്കളൊക്കെ ജോലി സ്ഥലത്താണ്, ആരും അന്വേഷിക്കാനെന്നില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയാകുന്ന കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അല്പനേരം വർത്തമാനം പറയാനും പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒന്നിക്കുവാനും ഒക്കെ ആയിട്ട് ഒരവസരം നമുക്ക് ഒരുക്കി തന്നത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. ഇതിന്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ ചെയ്തതും അച്ഛൻ തന്നെയാണ്. അച്ഛൻ അതിനകത്ത് വളരെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛന്റെ പപ്പ 90 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ആശുപത്രിയിലൊക്കെ ആയിരുന്നപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ നൈർമല്യത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി അച്ഛൻ ചെന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതും, ഈ പ്രാവശ്യത്തെ പെസക മുറിച്ചത് ഞാനും അച്ഛനും ആശുപത്രി ചെന്ന അച്ഛന്റെ കൂടെ ഞാനിപ്പോ ഓർക്കുകയാണ്. അപ്പോൾ മക്കള് കൂടെ വേണമെന്ന് ഉള്ള ഒരു കാലഘട്ടമാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ഈ സെക്കൻഡ് സാറ്റർഡേ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഇനി നമ്മൾ തുടർന്ന് വരുന്ന ഈ മീറ്റിംഗിലൂടെ എല്ലാം നമ്മൾ ഒരുമിക്കുകയാണ്. നിങ്ങളെ ആദരിക്കുവാനും നിങ്ങളെ ബഹുമാനിക്കുവാനും നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ ആശംസിക്കുവാനും അച്ഛൻ ചെയ്ത ഈ ഒരു പരിപാടി അച്ഛന് എല്ലാവിധ ആശംസകളും നമുക്ക് അർപ്പിക്കാം. അച്ഛനാണ് ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഈ യോഗത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കുര്യൻകാലച്ചന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജുവാൻ പൂ കൊണ്ട് തന്നു കഴിഞ്ഞു. എല്ലാവരുടെയും പേരിൽ കൃത്യമായ സ്വാഗതം അച്ഛനെ നൽകും. നമുക്കിന്ന് മുഖ്യ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട കുര്യൻകാലച്ചനാണ്. അച്ഛൻ നമുക്കറിയാം നമ്മുടെ മൂലമറ്റം ഭഗവന പള്ളിയുടെ വികാരിയച്ഛനാണ്.
ഒരു കൊറോന പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ തിരക്കുകളും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അച്ഛൻ, ഞാൻ കൂടുതലിരിക്കുമ്പോഴാണ് അച്ഛൻ ബഹുമാനപ്പെട്ട കാലയച്ഛനെ വിളിക്കുന്നത്. ഒരു മടിയും കൂടാതെ ഞാൻ വന്നേക്കാം. അത് മാത്രമല്ല, അച്ഛനാണ് ഈ പരിസരങ്ങളിൽ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് നമ്മുടെ ഈ മീറ്റിങ്ങിന് വരാനായിട്ട്. കാരണം അച്ഛനും സപ്തതി നിറവിലാണ് എന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. സപ്തതി നിറവിലാണ് അച്ഛൻ. അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെ വളരെ അജപാലന ശുശ്രൂഷകളൊക്കെ ഏറ്റവും കൃത്യവും അജങ്ങൾക്ക്, ആടുകൾക്ക് ഏറെ പ്രിയങ്കരവുമായിരുന്നു. അതുകൊണ്ടാണ് ഈ അവസാന നാളുകളിലൊക്കെ ആയിട്ട് കൊറോന പള്ളികൾ തന്നെയാണ് അച്ഛന് കിട്ടുന്നത്. അച്ഛൻ വളരെ കാര്യക്ഷമതയുള്ള അച്ഛനാണ്. മുട്ടുകേറ റുഹാദകുറിശ പള്ളിയിലാണ് അച്ഛന്റെ ഇടവക. അച്ഛന്റെ അനിയൻ ഒരാൾ അച്ഛനുണ്ട്, മാത്യു കാലയച്ഛൻ. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. ഒരു വർഷം കൂടെ ഇല്യാരിപ്പള്ളിയിലൊക്കെ വികാരി അച്ഛനായിരുന്നു. അങ്ങനെ വളരെ സുദീർഘമായ സേവനം സഭയോടും പള്ളിയോടും അജഗണങ്ങളോടും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുര്യൻ കാലയച്ഛൻ. ഞാൻ ഇടയ്ക്കൊക്കെ പിതാവിന്റെ കൂടെ അച്ഛന്റെ പള്ളിയിലൊക്കെ ജൂബിലി സമയത്തൊക്കെ ചെന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛൻ നൽകുന്ന സ്വീകരണങ്ങളൊക്കെ വളരെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ള അച്ഛനാണ്. ഞാൻ പലപ്പോഴും അച്ഛനെ കാണുമ്പോൾ പറയും, അച്ഛൻ എനിക്ക് ഒരു മിഠായി തരാന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയമുണ്ടെന്ന് പറയും. ഡയറി മിൽക്കാണ്. അത് ഇപ്പോഴും ഞാൻ വന്നപ്പം പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാണ്, നിനക്ക് ഞാൻ പല ഡയറി മിൽക്ക് മേടിച്ചു തന്നിട്ടുണ്ട്, ഇനി ഞാൻ തരുമെന്ന് പറയും. അപ്പൊ അതൊരു സ്നേഹത്തിന്റെ ഭാഷയാണ്. ഞങ്ങൾ പണ്ട് മുതലേ മുട്ടിയേറെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മുട്ടിയേറെയായിട്ട് ബന്ധമൊക്കെ എന്റെ പെങ്ങളെയൊക്കെ മേടിച്ചാൽ അവിടെയാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം മുട്ടിയേറെയായിട്ടുള്ളതുകൊണ്ട് അച്ഛനെ നേരിട്ട് തുടങ്ങി പരിചയമുണ്ട്. പുറമെങ്ങാടൊക്കെ ആയിരുന്നപ്പോഴൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി നമുക്ക് ഈ യോഗത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അച്ഛനെ നമുക്ക് കിട്ടിയത്. ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്റെയും സംഘടനാ പ്രതിനിധികളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരിൽ ബഹുമാനപ്പെട്ട കുര്യൻ കാലയച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ സംഘടനാ പ്രസിഡന്റുമാര് നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ പരിപാടികൾക്കായിട്ട് കവിതാ പാരായണം നടത്തുന്ന മേരി ചേച്ചി നമ്മുടെ പാറപ്പുരത്തിൽ മേരി ചേച്ചിയുണ്ട്. ആശംസഗാനം പാടുന്ന കുട്ടികളുണ്ട്. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന തോമസ് ഊന്നുപാലത്തങ്കൽ ചേട്ടനുണ്ട്. പിന്നെ ഏറ്റവും ഇന്നത്തെ സമ്മേളനത്തിന്റെ ഏറ്റവും ആകർഷണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇവിടുത്തെ ശക്തി കേന്ദ്രം, പ്രധാനമായ ആകർഷണം. അപ്പോൾ എല്ലാവരെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, കൈകാര്യം ചേട്ടന്മാരെയും സംഘടനാ പ്രവർത്തകരെയും എല്ലാവരെയും, ആരെയും വിട്ടുപോകാതെ എല്ലാവരെയും ഒറ്റ വാക്കിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, മദർമാരുണ്ട്, നമ്മുടെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഞാൻ സ്വീകരിച്ച പൗരോഹിത്യത്തോട് ഒത്തിരിയേറെ സ്നേഹവും പൂർണ്ണ സമർപ്പണവും കാത്തു സൂക്ഷിച്ച് അചഞ്ചലമായ പ്രതിബദ്ധത പുലർത്തി നമ്മുടെ ഇടവക സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളെ ആഴത്തിലുള്ള മിഷനാനുഭവത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടവകയുടെ സ്വന്തം വികാരി ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ജോൺ പാടത്തുള്ള അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ കാലയച്ഛൻ, ബഹുമാനപ്പെട്ട പ്രൊഫസർ, പ്രിയ വിവിധ സംഘടനാ ഭാരവാഹികളെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, പ്രിയ സുഹൃത്തുക്കൾ, ഇന്നത്തെ ദിവസം ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇടവകയിലെ ഏറ്റവും തല മുതിർന്നവരായിട്ടുള്ള മാതാപിതാക്കളെ നമ്മളോട് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് എല്ലാ വർഷവും കൂടാറുണ്ട്. ഈ വർഷത്തിന്റെ പ്രത്യേകത പല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയും അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജൂബിലി, അതായത് 2025 ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി ആഘോഷിക്കുന്ന വർഷം കൂടിയാണ്. ഈ വർഷത്തിലെ എല്ലാ കൂട്ടായ്മയ്ക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാധാന്യത്തിന്റെ മോടി കൂട്ടുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ചിന്തിച്ചാലേ വിളിക്കേണ്ടത് ഇതിന്റെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ഇതിനോട് ചേർന്നിരിക്കുന്ന എൻ്റെ പ്രസിഡന്റ് അതുപോലെ ഏറ്റവും പ്രാപ്തനായിട്ടുള്ളത് നമ്മുടെ മൂലമറ്റം പുറമെ വികാരി ബഹുമാനപ്പെട്ട കുര്യൻ കാലയച്ഛന്. എനിക്ക് അച്ഛൻ ഞങ്ങളുടെ കാഞ്ഞിത്താൻ പള്ളിയിൽ അസേന്തിയായി വന്ന 8 ദിവസമാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. അങ്ങനെ അന്ന് മുതലുള്ള പരിചയം
അച്ഛനുമായിട്ടുള്ള വളരെ സൗഹൃദമുണ്ട്. അപ്പോൾ വളരെ ഓരോ കാര്യങ്ങളിലും വളരെയേറെ സഹോദരത്തിലും വളരെ സൗഹൃദബന്ധത്തിലുമാണ് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നേരത്തെ പോലെ ഈ വർഷം, അതായത് ജൂൺ മാസം 19-ാം തീയതിയാണ് 70 വയസ്സ് പൂർത്തിയായത്. ജൂൺ മാസം 19-ാം തീയതിയാണ് ഞാൻ സെമിനാരി ചെയ്തത്. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ടുള്ള ദിവസമായിട്ട് നമുക്ക് ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് നമ്മുടെ ഈ വർഷം 70 വേണ്ടി പ്രായമുള്ളവരെയാണ് ഈ വർഷം പ്രത്യേകമായി ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വരാമെന്ന് പറഞ്ഞ് ഏറ്റവും സന്തോഷത്തോടെ വരാൻ സംബന്ധിച്ച് എത്തിയ അച്ഛനെ ഏറ്റവും സ്നേഹം ഞാൻ നന്ദിയോടെ നിങ്ങളോട് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ വിവിധ കൂട്ടായ്മകളിലൂടെ അറിയിച്ചു. നമ്മുടെ ഓരോ കൂട്ടായ്മകളിൽ നിന്നും പ്രായമാരെത്തണം എല്ലാം വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തി. ഇന്ന് നമ്മുടെ ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ സാന്നിധ്യവും നിങ്ങളുടെ ഈ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുക എന്നത് ഒത്തിരിയേറെ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ഇടവകയുടെ, പ്രത്യേകിച്ച് ഇടവകയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന വിശ്വാസത്തിൽ മക്കളെ വളർത്തി വലുതാക്കി ഈ ഇടവയ്പ് ആയിരിക്കുന്ന രീതിയിൽ വളർച്ച പ്രാപിക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്തവരാണ് നിങ്ങൾ എല്ലാവരും. അത് ആർക്കും വിസ്മരിക്കാൻ പാടില്ല. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ തീഷ്ണതയും ആ വിശ്വാസദാർഢ്യവും ആ വിശ്വാസ സ്ഥിരതയും അതൊക്കെയാണ് ഈ പള്ളിയോടും പള്ളിയോട് അനുബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ ഒത്തിരിയേറെ സഹകരിച്ച് ഇതിനെ ഈ ലെവലിൽ എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ മക്കളിലൂടെ സാധിച്ചു എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഇടവകയുടെ ശതാബ്ദി ആഘോഷിച്ചു. ഈ ശതാബ്ദി ആഘോഷമൊക്കെ കാണാനും പങ്കെടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു എന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയാവുന്ന കാര്യമാണ്. കാരണം ഈ പള്ളിയുടെ ആരംഭകാലം മുതൽ ഇതിന്റെ വളർച്ചയെ നോക്കിക്കണ്ടവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടത് ഈ ഇടവകയുടെ ഉത്തരവാദിത്വമാണ്. അതുകൂടിയാണ് ഈ അവസരം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. ഞാൻ അധികം നേരം പ്രസംഗിച്ച് തീർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും വിശിഷ്ടാതിഥിയെ നമ്മുടെ ബീച്ചിൽ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാൻ നമുക്കറിയാം. നിങ്ങളെല്ലാം ഒത്തുനേരി ഇരിക്കാൻ പറ്റുകയാണ്. കൊച്ചുകുട്ടികളെ നേരെ വർഷം പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളെ പോലെയാണ്. പ്രായാധിക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അതിൽ നിന്ന് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഇരുത്തി ബുദ്ധിമുട്ടിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് വന്നു ചേരാനായിട്ട് കാണിച്ച നല്ല മനസ്സിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടെ നിങ്ങൾ ഓർക്കുകയാണ്. ഓരോ കുർബാനയും പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. നമുക്കറിയാം ഓപ്പറേഷൻ സമയത്തൊക്കെ നിങ്ങൾ വീടുകളിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. വന്നു ചെല്ലുകയും ജർമ്മനി ചെല്ലുകയും ഒക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും മാസമായിട്ട് നമുക്ക് 1.5 മാസം പോലും ആയിട്ടില്ല. അപ്പൊ എനിക്ക് ഇത്രയും നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിക്കുന്നതിന്റെ ആ പ്രാർത്ഥനയുടെ ആ വലിയ ശക്തിയാണ്. അതിന് പ്രത്യേക നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ വന്ന നാൾ മുതൽ എല്ലാവരും പറയും കാണും വരച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങളുടെ ആ പ്രാർത്ഥന സഹായം നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങൾ പരിഗണന ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ശക്തി നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മുതിർന്ന മാതാപിതാക്കളാണ് കൂടുതൽ സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കൊന്തയൊക്കെ ചൊല്ലി വീഡിയോ സമ്പാദിക്കുമ്പോഴൊക്കെ ഒരു ദിവസം 4-5 കൊന്തയൊക്കെ ചെല്ലുന്നവരുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന വളരെ രമേശ് പറയും, ഞാൻ 5 കൊന്ത ചെല്ലുന്നതാണ്. ഒരു കൊന്ത അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നത്. ഓരോ കൊന്തയിലും നിരൂപിച്ചു കഴിഞ്ഞാൽ ഓരോ കൊന്ത ചെല്ലുമ്പോൾ അതിൽ ഒരു രഹസ്യം അച്ഛന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, ഈ അച്ഛനോട് കാഴ്ചവെക്കുന്നു, കൊച്ചിനോട് കാഴ്ചവെക്കുന്നു എന്നൊക്കെ പറയുന്ന അച്ഛന്മാരൊക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഈ നല്ല മനസ്സിൽ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 2 കാര്യങ്ങൾ കൂടി പ്രത്യേകം പരാമർശിക്കുവാനാണ് ആഗ്രഹിക്കുകയാണ്. ഇതൊരു പ്രത്യേക പരാമർശമുള്ളത്. ഒന്ന്, നമ്മുടെ മുൻ കഴിഞ്ഞാൽ തോമസേട്ടന്റെ ഇന്ന് ബർത്ത്ഡേ കൂടിയാണ്. ഇന്ന് അദ്ദേഹം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. തോമസേട്ടൻ കേക്ക് മുറിക്കുന്നുണ്ട്, നമുക്ക് അവസരമായിട്ട് മുറിക്കുന്നുണ്ട്. തോമസേട്ടന്റെ മകളും മരുമകനും ഓസ്ട്രേലിയയിൽ നിന്ന് അല്ലേ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊന്നും എഴുന്നേറ്റിരിക്കാവും. തോമസേട്ടന്റെ മക്കള് കണ്ടിട്ടില്ലാത്തുള്ളത് കാണാൻ മകളും മരുമകനും കൊച്ചുമകനാണ്. തോമസേട്ടന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചു നടാനുള്ള ഒരു തയ്യാറെടുപ്പിനാണെന്ന് ഞാൻ കേൾക്കുന്നു. അതായത് തോമസേട്ടൻ ഈ നാടിന്റെ ഒരു തരംഗമാണ്, ഒരു ഹരമാണ്. അത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബകൂട്ടായ്മ ലീഡറും അതോടൊപ്പം തന്നെ കേൾക്കാനായി ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. തോമസേട്ടന്റെ പ്രത്യേക അവസരത്തില് പ്രത്യേക ബർത്ത്ഡേയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് ഈ മീറ്റിംഗിൽ
നമ്മുടെ ഒരു അമ്മച്ചി, നമ്മുടെ പാറപ്പുരിക്കൽ മേരിച്ചേച്ചി സ്വന്തമായിട്ടൊരു കവിത എഴുതി ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് പ്രത്യേകം ഓർക്കാം. മേരിച്ചേച്ചിന്റെ കവിത എഴുതി കഴിയുമ്പോൾ അത് മാത്രമല്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അത് മേരിച്ചേച്ചി നേരത്തെ തന്നെ ഒരു കവിതയുടെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഈ ഇന്നത്തെ ഈ ദിവസത്തിന് പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ കവിതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഇവിടെയുള്ള മുതിർന്നവരായിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഇടവകയുമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ജോസഫ് സാർ വർഷങ്ങളായിട്ട് 40 വർഷമായിട്ട് ഇവിടെ സൺഡേ സ്കൂൾ അധ്യാപകരും ഹെഡ്മാസ്റ്ററുമായിട്ട് ജോലി ചെയ്ത് ഓരോരുത്തരും എല്ലാവരും പലരും കൈക്കാരന്മാരായിട്ടും അതോടൊപ്പം തന്നെ മാതൃവേദിയുടെ പ്രസിഡന്റാക്കി അന്വേഷിച്ചേച്ചി, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഈ ഇടവകയോട് ഉൾച്ചേർന്ന വ്യക്തിത്വങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫാദർ. ശബ്ദതാളങ്ങളുടെ കമ്പടിയൊന്നുമില്ലാതെ സ്വരമധുരം കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കാനും സംഗീതത്തിന് 104:33 പറയുന്നത് പോലെ ആയുഷ്കാലത്രയും ഞാൻ എന്റെ ദൈവത്തെ പാടി സ്തുതിക്കും. സ്വന്തമായി കവിത എഴുതി തങ്ങളോടൊപ്പമുള്ളവരെ ആശംസിക്കാനും അത് പാരായണം നടത്തുവാനും നമുക്ക് മുൻപ് എത്തിച്ചേരുന്നു ശ്രീമതി മേരി തോമസ് പാറപ്പുരയ്ക്കൽ. മേരി ചേച്ചിയെ നിറകയ്യലോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും വിശ്വസിയായിരിക്കട്ടെ. മഞ്ഞരെ മഹാജനങ്ങളെ കേൾക്കണമേ കഥ നിങ്ങളേവരും. മനുജനാം മഹാന്റെ ജീവിത യാഥാർത്ഥ്യമാണീ കഥ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ 4 ഘട്ടങ്ങളിലായി ദൈവമൊരുക്കുന്നതാണീ ജീവിതം. ദൈവത്തിൻ ദാനമാണീ ജന്മം. പൂമ്പാറ്റ പോൽ പാറിപ്പറന്നു നടന്നൊരു ബാല്യകാലം, സുഖസന്തോഷ സമ്മിശ്രമായി കഴിഞ്ഞൊരു കൗമാരകാലം, ബന്ധങ്ങളും ബന്ധനങ്ങളും നിറഞ്ഞൊരു കാലം, കണ്ണീരും കഷ്ടപ്പാടുമായി ജീവിതം പൂത്തുലഞ്ഞൊരു യൗവനകാലം. ഇന്നെല്ലാം കടന്നു പോയിടുന്നു ജീവിതമാം സായാഹ്നത്തോണിയിൽ, ഒറ്റപ്പെട്ടു പോകുന്നു നാം തുഴയുവാൻ പ്രാപ്തിയില്ലാതെയുമായി. ഇന്നിവിടെ സന്നിഹിതരാം നമ്മൾ വാർദ്ധക്യത്തിൽ വിരിഞ്ഞ സൗരഭ്യം പരത്തുന്ന പൂക്കളാണെന്നോർക്കുക. പഴം ചാക്കെന്നും പാഴ്വസ്തുവെന്നും പറഞ്ഞ് പുച്ഛിക്കുന്നവരെ കേൾക്ക നിങ്ങൾ. ഏവർക്കും ഇതാണ് അവസ്ഥ. ഇത് മാറ്റമില്ലാത്തൊരു വ്യവസ്ഥയല്ലോ. വാർദ്ധക്യം ഇന്നൊരു ശാപമല്ല, ദൈവം തന്നൊരു ദാനമല്ലേ. മക്കളും കൊച്ചുമക്കൾക്കുമൊപ്പം ഒന്നിച്ചു ജീവിതം സ്വർഗമല്ലേ. വാർദ്ധക്യം ഒരനുഗ്രഹമാണ്, അത് ജീവിതത്തിൽ നന്മ ചെയ്തതിൽ സമ്മാനമാണ്. ദൈവം തന്നൊരു ദാനമാണ്. വാർദ്ധക്യം ഒരു പരാജയമല്ല, കർമ്മനിരതമാം യൗവനം പിന്നിട്ട് വിശ്രമത്തിൻ സമയമല്ലോ. കരുണാമയനാം കർത്താവിൻ കരുതലല്ലോ. വാർദ്ധക്യമൊരു സമർപ്പണമാണ്, അത് വലിയവനാം ദൈവത്തിൻ വാഗ്ദാനമല്ലോ. ദേഹത്തിലെ ചുളിവുകൾ അത് കഴിഞ്ഞ കാലം അധ്വാനത്തിൻ ഫലമല്ലോ. നേട്ടങ്ങളും ഒപ്പം കോട്ടങ്ങളും സുഖവും ദുഃഖവും ഇടകലർന്നതാണീ ജീവിതം. എത്രയെത്ര പുണ്യമാണീ ജീവിതം, എത്രയെത്ര ധന്യമാണീ ജീവിതം. സന്തോഷിക്കുക സോദരരെ എന്നും ജീവിതം നൽകുന്ന സംതൃപ്തിയോർത്ത്. നന്ദി അർപ്പിക്കുക സഹോദരങ്ങളെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളോർത്ത്. ഇന്നിതാ ഇവിടെ സന്നിഹിതരാം ഇന്നിവിടെ ഞങ്ങൾക്കായി ആദരവുകൾ അർപ്പിക്കുന്ന പ്രിയരെ, അനുഗ്രഹിക്കട്ടെ നിങ്ങളേവരെയും അനന്ത നന്മ സ്വരൂപനാം ദൈവം. ഇന്നിതി
വൈദ്യരെ അനുഗ്രഹിക്കട്ടെ നിങ്ങളേവരെയും അനന്ത നന്മ സ്വരൂപനാം ദൈവം. മനോഹരമായി കവിത ആലപിച്ച് നമ്മെ ചിന്തിപ്പിച്ച ഈ ചേച്ചിക്ക് ഒത്തിരി നന്ദി. തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുഭവ സമ്പത്താൽ സമ്പന്നരായ നമ്മുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കാനും ജീവിത സായാഹ്നത്തിൽ സന്തോഷത്തോടായിരിക്കാൻ ആശംസിച്ച് തന്റെ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന വീരി റബ്ബറിന്റെ ഫാദർ കുര്യൻ കാലായൻ പ്രഭാഷകന് തന്റെ വാക്കുകളാൽ നമ്മെ ധന്യരാക്കുകയും ചെയ്യുന്ന സെന്റ് ജോർജ് മൂലമറ്റം ഫ്ലോറയുടെ വികാരിയും നല്ല ഇടയനുമായ റബ്ബറിന്റെ ഫാദർ കുര്യൻ കാലായനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച പ്രിയ കൊച്ചച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, ശ്രീഗിരി പള്ളിയിൽ സീനിയേഴ്സിന്റെ ഒരു സംഗമം നടക്കുകയാണ്. അതിൽ മുഖ്യ അതിഥിയായിട്ടൊന്ന് പങ്കെടുക്കണമെന്ന് പാളിക്കോട്ടച്ചൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് മടിയായിരുന്നു വരാനായിട്ട്. എങ്കിലും ഞാൻ പറഞ്ഞു വരാമെന്ന് മടിയായിരുന്നിട്ടും വരാമെന്ന് സമ്മതിച്ചത് എനിക്കെപ്പോഴും പ്രായച്ചെന്നവരെ കാണുന്നതും അവരുമായിട്ട് ഇടപെടുന്നതും ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഞാനിരുന്ന പള്ളികളിലൊക്കെ, പ്രത്യേകിച്ച് പൂർണ്ണയിലും ഉൾപ്പെടെ മൂലമറ്റത്തും എല്ലാ വർഷവും ഇതുപോലെ സംഗമം നടത്താറുണ്ട്. പൂർണ്ണയിൽ എല്ലാ ഒക്ടോബർ 2-ാം തീയതിയും, മൂലമറ്റത്ത് എല്ലാ മാർച്ച് 19-നുമാണ് ഈ സംഗമം ഞങ്ങൾ നടത്തിയിരുന്നത്, നടത്തുന്നത്. ഒരുപക്ഷെ ഒരു വർഷത്തെ പ്രവർത്തനം നോക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ട് അനുഭവപ്പെടുന്നത് ഈ ഫ്രാൻസ് എന്നവരുമായിട്ടുള്ള ആ ഒത്തുചേരലാണ്. ചിലപ്പോഴൊക്കെ ഇവിടെ സമയമൊന്നും കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനൊക്കെ അവസരം കൊടുക്കുമ്പോൾ ചില അപ്പച്ചന്മാരും അച്ഛന്മാരും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയും ഒപ്പം സങ്കടവും തോന്നാറുണ്ട്. ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം മുഴുവനും മക്കൾക്കായിട്ട് അധ്വാനിച്ച് ജീവിച്ച് അവസാനം ആരുമില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന അവരുടെ കഥകൾ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നാറുള്ളത്. അതുകൊണ്ട് എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ശ്രീഗിരി ഇടവകയിലെ പ്രഗത്ഭനായ പ്രായം ചെന്ന ഇവിടുത്തെ അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും ഒക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള ആ താല്പര്യം കൊണ്ടാണ് ഞാൻ വരാമെന്ന് സമ്മതിച്ചത്. യോളച്ചൻ പറഞ്ഞ പോലെ ഞാൻ രാജസ്ഥാനത്ത് ചേർന്നതിന്റെ പിറ്റേ ദിവസം അവരവിടെ രക്ഷപ്പെട്ടു, സെമിനാരിലേക്ക് പോയി. എന്നെ അടുത്ത് പരിചയപ്പെടാൻ സാധിക്കുന്ന മുമ്പ് തന്നെ ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അന്ന് ആരംഭിച്ച ഒരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ, അതിന്നും നിലനിന്ന് പോരുകയാണ്. അതൊക്കെ അവിടെ എനിക്ക് അച്ഛനെയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നിട്ടുള്ളൂ. അതുപോലെ പാക്രബലിച്ചതിന്റെ കുറെയൊക്കെ വാചക കസർത്ത് നടത്തിയതിനെ പറ്റി സന്തോഷം, നന്ദി. കുറെ വർഷമായി അച്ഛനുമായിട്ട് പരിചയമായിട്ട്, പ്രത്യേകിച്ച് പിതാവിന്റെ സെക്രട്ടറിയായി ഇങ്ങനെ മടിയടിച്ച് നടക്കുന്ന കാലം മുതൽ അച്ഛനുമായിട്ട് പരിചയത്തിലായതാണ്. ഈ ശ്രീഗിരി ഇടവക ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളാരും എന്നെ ഓർക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഒരു പൊതു പരിപാടികളൊന്നും ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഞാനിവിടെ അറപ്പണം പഴയ പള്ളിയിലുണ്ടായിരുന്ന ഒരു 35 വർഷം മുമ്പ്. അതിനുശേഷം നിങ്ങളെ വികാരിയായിരുന്ന പുതിയാപ്പറമ്പലച്ഛൻ മാന്നാർ ഇടവകയിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അച്ഛൻ ഇങ്ങോട്ട് പോകുന്നപ്പോഴാണ് ഞാൻ പഴയ പള്ളിയിൽ നിന്ന് മാന്നാറിലേക്കും പോയി. അപ്പോൾ ഞാൻ മാന്നാറിൽ ചെന്നതിന് ശേഷം ഞാനും യോളച്ചനും തമ്മിൽ പലപ്പോഴും കണ്ടുമുട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ അങ്ങോട്ട് വരും, ഞാനിവിടെ വരും.
ഇതാണ് ഞാൻ മുട്ടത്ത് പലപ്പോഴും വരാൻ ഇടയായിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അച്ഛനെ കാണാനുള്ള കയറാം അങ്ങനെയൊക്കെയുള്ളൂ. കൂടുതലായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് നിങ്ങൾ ആരെയും അറിഞ്ഞുകൂടാ. ഇങ്ങനെ 10-70 അപ്പച്ചന്മാരും അമ്മച്ചമാരും അത് 90 മുതൽ താഴേക്ക് പ്രായമുള്ളവർ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചമാരെ, നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയാം. കാരണം പ്രസംഗത്തെക്കാൾ മറ്റു പലതുമാണ് നമുക്ക് ഇന്നിവിടെ നടക്കേണ്ടത്. ഈ 2 ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. അതിലൊന്ന്, പഴയ നിയമത്തില് ഇസ്രായേൽ ജനതയോട് അറിയിക്കുവാനായിട്ട് മോശയോട് ദൈവം പറയുന്ന ഒരു വാചകമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വായിക്കുന്നുണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യം അത് മറ്റ് ജനത്തിരിക്കാനുള്ള ചുരുക്കമാണ് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ നാം ഒന്നിച്ചുകൂടെ പോയത്, ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അത് നിങ്ങളോട് ഇപ്പൊ ചോദിച്ചതിനകത്ത് പറയിപ്പിക്കാനൊന്നുമല്ല. ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടി ഉണ്ടായിരുന്നതാണ് നമുക്കിവിടെ ഇപ്പോൾ ആയിരിക്കുവാൻ സാധിക്കുക. ഈ ശിലിഗിരി ഇടവകയിൽ മൊത്തം പള്ളി എന്ന് പറയുന്നത്, ഇടവദേവൻ എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടേതാണ്, നിങ്ങളായിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ ഇടവകയാണ്, ഇടവക സമൂഹം. ദേവാലയം എന്നതിനേക്കാളുപരിയായിട്ട് ഈ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ പറയും. എല്ലാവരും അത് അംഗീകരിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഞാൻ പറയും, ഈ ഒരു ഇടവക സമൂഹത്തെ വളർത്തി വലുതാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. നിങ്ങൾക്ക് പറയാൻ സാധ്യതമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ സാമ്പത്തിക നേട്ടങ്ങളും മക്കളുടെ നല്ല ജോലി, ഇങ്ങനെ തുടങ്ങി പലതും പറയുവാൻ കാണും. അതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല, അതൊന്നും തള്ളിപ്പറയുകയല്ല. പക്ഷേ ഈ ഒരു ഇടവക സമൂഹത്തെ, ഈ ഒരു വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകിയ നല്ല കാര്യങ്ങള്, അനുഗ്രഹങ്ങള്, അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാൻ, പഠിപ്പിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരൊക്കെ ആയാലും എന്തൊക്കെ ആകാതെ പോയാലും അതല്ല വിഷയം. എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ദൈവം എന്നോട് കാണിച്ച ആ വലിയ കൃപ എന്റെ ജീവിതത്തിലൂടെ ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ടതുണ്ട്. ഈ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ, വാർദ്ധക്യം എന്നതിനെ വിളിക്കാൻ പറ്റുകയില്ല. ഇവിടെ കവിത വായിച്ച അമൃത്സര ഭംഗിയാണ് അത് വാർദ്ധക്യത്തിലേക്ക് അവതരിക്കിയത്. ദൈവം ഒരു ധാരണമാണ്. ഈ വാർദ്ധക്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുകൊണ്ടുള്ള ദൈവം നിങ്ങളുടെ പലതും ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്. ഈ ലോകത്തിന് മുമ്പിൽ നിങ്ങളുടെ പലതിനും സാക്ഷ്യം നൽകുകയാണ്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് വാർദ്ധക്യം നിരാശപ്പെടുവാനുള്ളതല്ല, ആവലപ്പെടാനുള്ളതല്ല, പരിതപിക്കാനുള്ളതല്ല, മറിച്ച് സന്തോഷത്താൽ തുടിക്കേണ്ടതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ചില കാരണന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര നെടുവീർപ്പ് കേട്ടുകൊണ്ട്, ഓ ഇനി അങ്ങോട്ട് പോയാൽ മതി അച്ഛാന്ന് പറയും. ഞാൻ പറയും, അതിനങ്ങ് പോകാറില്ല, എന്തിനാണ് നിൽക്കുന്നത് ഞാൻ ചോദിക്കാറില്ല. കാരണം ഇനി അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് കാണുന്നതുകൊണ്ടാണ്.
എനിക്ക് എല്ലാ ദിവസവും സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു അടിച്ചേക്കാനൊക്കെ ആകുമ്പോൾ കഥ തുറക്കുമ്പോൾ മിക്കവാറും അതിന് ആവശ്യമായ കയറി വരും. കയറി വരുമ്പോൾ അവർ ചോദിക്കുന്ന അച്ഛൻ എന്നാണ് വിശേഷം? ഞാൻ പറയുന്ന ഇന്നലെ നമ്മളെ കണ്ടതല്ല, എന്നാലും ഒരു ദിവസം കഴിഞ്ഞ് എന്നാണ് വിശേഷം? ചില മനുഷ്യന്മാർ ചെറിയ പാക്കറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് അച്ഛനെ ഞാൻ കൊണ്ടുപോകുന്നതാണ്. അത് ഞാൻ ഏറ്റവും നോക്കിയിരിക്കുന്ന ഒരു സംഭവം, ഞാൻ മാന്നാറിന്റെ വകയിലായിരുന്നപ്പോൾ ഒരു 75 വയസ്സ് കഴിഞ്ഞൊരു അമ്മച്ചി എന്നും പള്ളി വരുന്നതാണ്. അമ്മച്ചി വളർന്നേ ഉള്ളൂ, പിന്നെ കുഞ്ഞാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരും. ഞാൻ കുർബാനയ്ക്ക് വന്ന് മിക്കവാറും കുംസാരക്കുട്ടിലായിരിക്കും. ഞാൻ കുംസാരക്കുട്ടിലാണെങ്കിൽ അമ്മച്ചി സംഗീതത്തിന് അവിടെ കാത്തു നിൽക്കും. ഞാൻ വരുമ്പോഴേ ഒരു ചെറിയ പുതിയ ദൈവം തരും വെച്ചാൽ ഇത് അച്ഛനോടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അന്നേരം തന്നെ തുറന്നു നോക്കിയാൽ വീട്ടിൽ തുറന്നു നോക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് ആയിരിക്കാം, ഒരു മുട്ടായി ആയിരിക്കാം, ഒരു ചെറുപഴമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൂച്ചപ്പുല്ലാന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കുമ്പളപ്പോ, ഒരെണ്ണം എല്ലാ ദിവസവും രാവിലെ കൊണ്ടുവന്നിട്ട് വീട്ടിലും. ഞാൻ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ളത് ആ ഒരു സംഭവത്തെ ഓർക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നും അമ്മച്ചി പള്ളിയിൽ വരും. പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാതെ ഈ അമ്മച്ചി ഇറങ്ങിയല്ല. ഒരു ദിവസം മുതൽ പറഞ്ഞ ഇന്ന് ആകെ ഇതിനെ കിട്ടിയുള്ളൂ. തലേദിവസം വീട്ടിൽ മക്കൾ കൊണ്ടുവന്ന പപ്പടവടയുടെ ഒരു കഷ്ണമായിരുന്നു. അത് കൊണ്ടുവന്ന് പേപ്പറിൽ പൊതിഞ്ഞ് എന്റെ തമ്മിൽ പറഞ്ഞ ഇന്ന് എന്റെ ഇതേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കുക, ഈ പ്രായം ചെന്ന വ്യക്തികൾ കാണിക്കുന്ന സ്നേഹപ്രകടനം അത് നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. അതാണ് ഈ വാർത്തയിൽ നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. നിറഞ്ഞ സ്നേഹത്തോടു കൂടി എല്ലാവരും ആ സ്നേഹം പങ്കുവെച്ച് പോകുവാൻ ഈ വാർത്തയ്ക്ക് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അമ്മച്ചി 2 കൊല്ലം മുമ്പാണ് മരിച്ചത്. 3 കൊല്ലം മുമ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, വെച്ചാൽ അച്ഛന്റെ വല്യമ്മ മരിച്ചു പറ്റും. ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്റെ വല്യമ്മ ജീവിച്ചിരുന്നത്. പിന്നെയാണ് ഞാൻ ഓർത്തത്, ഞാൻ വല്യമ്മനെ വിളിച്ചത് അച്ഛന്റെ വല്യമ്മ മരിച്ചത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം താരാലച്ഛനെ അറിയിക്കണം എന്നുള്ളതാണ്. ഞാൻ പോയി. അത് ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പ്രായമായവരെ കാണുന്നതും അവരോട് വെട്ടുന്നതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോഴും എന്റെ മുറിയുടെ ഭാഗത്ത് വരുന്ന അമിത്ഷായെ പറ്റി പറഞ്ഞതാണ്. ഞാൻ പിന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി പള്ളിയോട്ട് വരുമ്പോൾ എല്ലാ ദിവസവും പള്ളിമുറ്റത്തിൽ 5-6 പേരാണ് ചേട്ടന്മാര് അവിടുന്ന് 65 മറ്റുള്ള കാരണം. എന്നെ കാണുമ്പോഴേ അവര് തുടങ്ങും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുത്ത് വരാൻ. അവരോട് മിണ്ടാതെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ കയറാറില്ല. അവർ വന്നിരുന്നെങ്കിൽ അവരോട് ചോദിക്കും ഇന്നെത്തിയ മറ്റേ ചേട്ടൻ എത്തി എന്ന് ചോദിച്ചിട്ടേ പോവുകയുള്ളൂ. അപ്പൊ ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു പൊങ്ങച്ചം പറയുന്നതിന് വേണ്ടിയല്ല, ഈ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഒന്നും കൊടുക്കുവാനില്ലെങ്കിലും സ്നേഹം അത് നമുക്ക് ഇല്ലാതെ പോകരുത്. സ്നേഹം കൊടുക്കണം. അത് മക്കൾക്കാണെങ്കിലും അയൽപക്കക്കാർക്കാണെങ്കിലും ഇടവ സമൂഹത്തിനാണെങ്കിലും ഇടവകയിൽ സേവനമിക്കുന്ന വൈദ്യുതിക്കാണെങ്കിലും ഈ പ്രായത്തിനും സ്നേഹം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വിലമതിക്കപ്പെടുന്നത്. അതിനെ അവഗണിക്കുവാനും തള്ളിപ്പറയുവാനും ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ ദൈവം നൽകിയ നല്ല കാര്യങ്ങൾ അനുസ്മരിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്നേഹപ്രവൃത്തിയിലൂടെയാണ്, സ്നേഹ സമ്പാദനത്തിലൂടെയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഓർക്കുക, അവർക്കൊന്നും ഒരു നിരാശയില്ല. അവർക്ക് ആകെ നിരാശ വരുന്ന എപ്പോഴാണ്? ഒരു ദിവസം പള്ളിയിൽ വെച്ചിട്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് മക്കളെ കൊണ്ട് വിളിപ്പിക്കും, ഇന്ന് അച്ഛനെ കണ്ടിരുന്നു. ഈ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. എത്ര വയസ്സ് എന്നാലും ആ ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധി. ഞാൻ പൂവിനിരിക്കുമ്പോൾ പൂവിനെ വിളക്കുമരുന്ന് എന്ന ഭാഗത്ത് ഒരു ഭക്തസദനമുണ്ട്. പ്രായം ചെന്ന സ്ത്രീജനങ്ങളെ വളർത്തുന്ന സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം. അവിടെ 101 വയസ്സുള്ള ഒരു അമൃത്യുണ്ടായിരുന്നു. ഞാനൊരു ദിവസം ഈ അമൃത്യം അമൃത്യ ഈ 101 വയസ്സായെങ്കിലും നല്ല പ്രസരിപ്പാണ്. അമൃത്യ വടിയുണ്ട്. ഈ വടിയെ കുത്തിയ വട്ടം കറങ്ങി ഡാൻസൊക്കെ ചെയ്യും.
അപ്പൊ ഞാനും ഈ അമ്മച്ചിയും കൂടി ഒന്നിച്ചിരുന്നൊരു ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തതാണ്. അതിന്റെ അടിയിൽ പറഞ്ഞ കമന്റ് ഇതായിരുന്നു, ഇതുപോലെ ഒരു വെല്ലുവിളിച്ച് കിട്ടുന്നയാള് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനാണ്. എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു വെല്ലുവിളിച്ച് ആ അമ്മച്ചി ഞങ്ങളിൽ നിന്ന് ആ അമ്മച്ചിയുടെ ചിരിയും ആ അമ്മച്ചിയോട് ചേർന്ന് നിന്ന് ഞങ്ങളുള്ള സ്നേഹപൂർവ്വമുള്ള സംഭാഷണത്തിന്റെ ഭാഗമാണ് ഫോട്ടോ എടുത്ത് ഞാൻ പോലും കണ്ടില്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്. അത് എൻ്റെ അടിയിലുള്ള കമന്റില് ഞാൻ വായിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഇതുപോലെ ഒരു വെല്ലുവിളിയെ കിട്ടുന്നവനാണ് ഏറ്റവും ഭാഗ്യവാൻ. തീർച്ചയായും ഞാൻ പറയും, ഇതുപോലെയുള്ള പ്രായം ചെന്ന അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും സ്വന്തമായി കിട്ടുന്നവരാണ് ഭാഗ്യം ചെയ്തത്. അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തെ ചിരി, ആ ചിരി മാറിയെന്ന് കുറച്ചിനോട് പറഞ്ഞു, നിങ്ങളുടെ ആ മുഖത്തെ പുഞ്ചിരിയിൽ നിന്നും നിങ്ങളുടെ ആ പല്ലില്ലാത്ത മോണക്കാറ്റുള്ള ചിരിയിൽ നിന്നും മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ തട്ടുന്ന ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രിയ അപ്പച്ചന്മാരെ അമ്മച്ചമാരെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യം ചെയ്തവരാണ്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല ആശംസകൾ അർപ്പിക്കുന്നു. ശിഷ്ടകാലം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി ദൈവത്തോട് ചേർത്ത് ജീവിക്കുവാൻ ഞാൻ കഴിയാകട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു. അച്ഛന്റെ ശ്രേഷ്ഠ മനസ്സുകൾക്ക് നന്ദി. ജീവിത സാന്നിധ്യത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ നൽകി കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ആശംസഗാനം പാടാൻ ആമോദരാകുമ്പോൾ പിരിയാത്ത ഒത്തിരി ഓർമ്മകൾ, ഒഴിയാത്ത ധാരാളം നന്മകൾ എല്ലാം മനസ്സിലൂടെ കടന്നു പോകുവാൻ ആശംസാ ഗാനവുമായി എത്തുന്നു ഹെലൻ കുരിശിനൻ ടീം.
മനോഹരമായ ഗാനത്തിന് നന്ദി. പ്രായം ചെന്ന് ധരിച്ചതിന് മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സ്നേഹത്തിന്റെയും നന്ദിയുടെയും നന്മയുടെയും കുറിച്ചിട്ടുകൾ നൽകി ആദരിക്കുന്ന സമയമാണിത്. അതിനായി വേദി റവറന്റ് ഫാദർ കുര്യൻ കാലാലച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തലമുറയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഏറ്റവും പ്രായം ചെന്ന് 90 വയസ്സെത്തിയ രണ്ടുപേരെ ആദ്യം ആദരിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. സമ്മാനം നൽകുന്നതാണ്.
ഇവിടെ വന്ന് സ്വീകാരം. എടുക്കുന്നുണ്ട് എടുത്തെടുത്താ ചേട്ടാ ഇവിടെ നിന്നു പിന്നെ ഫോട്ടോ എടുക്കട്ടോ. എഴുപത്തിമൂന്നാമത്തെ ബർത്ത്ഡേ ഇന്ന് ആവശ്യം തോമസിയാലിന്. ഇന്നത്തെ കേക്ക് നമുക്ക് ഭക്ഷണ കേക്ക് തോമസിയാലെ സ്പോൺസർ ചെയ്തതാണ്. അത് തോമസിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. കിട്ടിയല്ലേ വീഡിയോ പതുക്കെ പോക്കോ. മുട്ട വേണം മുട്ട വെടി കിട്ടിയത് ക്യാമറ കേട്ടോ. പിന്തുണ സ്നേഹവും ഒത്തിരി പറയാൻ നമ്മുടെ തോമസിയുടെ എത്ര കേക്ക് നോക്കിയാൽ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും തോമസിന് തന്നെ നന്ദി പ്രയാസം നടത്തുന്നത് തോമസിന് തന്നെയാണ്. തോമസിന്റെ മക്കളും കഴിഞ്ഞ് കയറി വരും. തോമസിന്റെ മക്കൾ
ഈ യോഗത്തിന് ഔദ്യോഗികമായി നിന്ന് പ്രകാശിപ്പിക്കുന്നത് മുൻ കൈക്കാരനായി സേവനം അനുഷ്ഠിച്ച തന്റെ സമയവും ആരോഗ്യവും ഇടവേറ്റായിരിക്കുകയും ചെയ്ത ശ്രീ തോമസ് പൊതുവാനത്തിക്കൻ സാറാണ്. ഏറ്റവും സ്നേഹത്തോട് ഈ മനോഹരമായ നിമിഷത്തിന് നന്ദി അറിയിച്ച് സംസാരിക്കുന്നത് തോമസ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച കാലയച്ച സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ വേദിയിലിരിക്കുന്ന ഭാരവാഹികളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. കാരണം ഏറെ പ്രായക്കാരൻ അതിൽ കൂടെ ഉള്ളത്. ഇങ്ങനെയൊരു സുദിനം എങ്ങനെയോ ദൈവം കൊണ്ടുവന്ന, പ്രത്യേകിച്ച് എന്റെ ബർത്ത്ഡേ ഈ ദിവസം വന്നത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വീട്ടിൽ ആഘോഷിച്ചു, കൂടാതെ ഇടയങ്ങളുടെ മുമ്പായ എന്റെ സമപ്രായം മുകളിലേക്കുള്ളവരുടെ കൂട്ടായ്മയിൽ ഒരു കേക്ക് പൊടിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേക ഒരു കടാക്ഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്റെ നിശ്ചിതമായിരിക്കുന്ന കാരണയിലേക്ക് നടക്കുകയാണ്. കാരണം എല്ലാവരും പോകാൻ ധൃതിയുള്ളവരാണ്. അപ്പോൾ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ, അതുകൂടാണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണർവും ഉന്മേഷവും നൽകുവാൻ വേണ്ടി അക്ഷീണം എത്തിച്ച നമ്മുടെ വികാരിച്ച്, അതായത് ഒരു തീക്കട്ട, ഒരു കരിക്കട്ട ഊതി തീക്കട്ടയാക്കുന്നതാണ് നമ്മുടെ വികാരപ്പെട്ട വികാരിച്ച് നമ്മുടെ ഇടവകി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല കാര്യങ്ങളുമായിട്ട് ആത്മീയമായി നമ്മളെ വീഴ്ത്തുവാൻ, അതായത് കരിക്കട്ടെ തീക്കട്ടയാക്കുക, പ്രശോഭിക്കുകയാണ്, പ്രകാശം നൽകുകയാണ്, ചൂട് നൽകുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. അതിൽ ഇച്ചിരി വേദനകളുണ്ടാകാം, സകലങ്ങളുണ്ടാകും. ആ സകലങ്ങൾ നാം സഹിച്ചാൽ മാത്രമേ ഉന്നതമായ നിലയിലേക്ക് സ്വർഗപ്രാപ്തി വളരെ അനായാസമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സകലങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. തീക്കിട്ടം കരിക്കിട്ട തീക്കട്ടയാവുമ്പോൾ അതിന്റെ പ്രത്യേകതയാവുമല്ലോ, അത് സകലമാണ്. ആ സകലമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തീയത്തിലും നമുക്ക് ആ സകലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറ്റിയ മഴയാണ്, കാലാവസ്ഥയാണ്. എങ്കിലും എല്ലാവരും കഴിവുള്ള പറ്റുമായിട്ടല്ല, എല്ലാവരും ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ സന്മനസ് കാണിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. അതുകൊണ്ടാണ് ഇതിലെല്ലാം ചുക്കാൻ പറ്റിയ വികാരത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ കേൾക്കുന്നത് അടുത്ത കാലത്ത് നമുക്ക് നല്ലൊരു പ്രഭാഷണം, അതായത് ഞാൻ പഠിച്ചിട്ടുള്ളത് ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പോൾ നാം വാനപ്രസ്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാം നന്മകൾ ജീവിതം ഇങ്ങനെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. നമ്മളങ്ങനെ ചെയ്യണം. അച്ഛൻ പറഞ്ഞ ചിരിക്കുന്ന മുഖമായിരിക്കും എല്ലാവരുടെ മുമ്പിൽ കാണിക്കുന്നത്. ചിരിക്കുന്നവർക്ക് മാത്രമേ നന്മയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഗൗരവപ്പെട്ട ഒരു വീട്ടിലായാലും ദേഷ്യത്തോടുകൂടി സംസാരിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ വെറുപ്പിന്റെ ഒരു അംശം അവിടെ വരുന്നു. അവിടെ ചിരിയല്ല വരുന്നത്. ഭാര്യ ഭർത്താക്കൾ തമ്മിലായാലും മറ്റുള്ളവരായാലും ദേഷ്യത്തോട് സംസാരിക്കുമ്പോൾ ഒരു വെറുപ്പാണ്, അതൊരു ഭാവമാണ്. അപ്പോൾ സൗഹൃദമായിട്ട് സംസാരിക്കുക. അപ്പോൾ വാനപ്രസ്ഥത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വാനപ്രസ്ഥത്തിലാണ്. നമ്മളിവിടെ എല്ലാവർക്കും നന്മകൾ മാത്രമേ ചെയ്യുള്ളൂ, ഉപകാരങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ സാധിപ്പിച്ച നമ്മുടെ കാലായ രാജ്യനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാലായ രാജ്യനെ എനിക്കറിയാം. പള്ളിയിൽ തുടങ്ങിയപ്പോൾ അവസരത്തിൽ ആദ്യ വികാരി മാതൃ കാലായ രാജ്യനായിരുന്നു. അന്ന് ഞാൻ ആ പടവയിലായിരുന്നു.
അവിടുത്തെ എച്ചമായിരുന്നു, സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പൊ അന്ന് ഈ അതിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ പുറത്തേക്കില്ല, അതിനെ കൊടുക്കുന്നില്ല. അതിന് എന്റെ സ്വന്തമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത് നമ്മുടെ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ എല്ലാ കാര്യത്തിലും വികാരത്തോട് ചേർന്ന്, മറ്റ് ഭക്തസംഘങ്ങളോട് ചേർന്ന്, എല്ലാ കാര്യത്തിലും ജനങ്ങളോട് ചേർന്ന് പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിട്ടാണ് എപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇന്ന് നമുക്ക് നല്ലൊരു സുറിയാനി കുർബാന, എല്ലാം ഇല്ലെങ്കിലൊന്നും കുറെയൊക്കെ സുറിയാനി പാട്ടോട് കൂടിയാണ് കുർബാന നമുക്ക് വേണ്ടി ദൈവത്തിന് സമർപ്പിച്ചു. ഞാൻ എന്റെ 8 വയസ്സിലോ 9 വയസ്സിലോ സുറിയാനി കുർബാന കൂടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ്, അതിനുള്ള പ്രായമുള്ളവരുമുണ്ട്. അപ്പൊ അതൊരു ഓർമ്മയായിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു കുർബാന അർപ്പിച്ചതിനും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നതിനുമെല്ലാം നമ്മുടെ കൊച്ചച്ഛന് ഞാൻ നിങ്ങളുടെ പേരിൽ ഹൃദയവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഭക്തസംഘങ്ങളുടെ എല്ലാവരും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉന്നമനത്തിന്, ആത്മീയ ഉന്നമനത്തിന് വേണ്ടി. സാമൂഹ്യമായ ഉന്നമനമുണ്ട് അതിനകത്ത്. സാമൂഹികമായ, സാമ്പത്തികമായ, മറ്റേ ഇടവകയുടെ ഉന്നമനവും എല്ലാ കാര്യത്തിലുള്ള ഭക്തസംഘങ്ങളുടെ എല്ലാ ഭാരവാഹികളുടെയുണ്ട്. ആ ഭാരവാഹികളുടെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു ചെറിയ കാര്യമുള്ളത്, ഞാൻ മോനും വന്നിട്ടുണ്ട്. അവര് ഈ കൃത്യസമയത്തോടെ എത്തുന്നത്, അവർ വരുന്നില്ല എന്നൊരു പറഞ്ഞായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കടാക്ഷ അവിടെയുണ്ട്. കൃത്യസമയത്ത് ഇന്നൊരു അപ്പോയിന്റ്മെന്റ് അവർക്ക് ഉണ്ടായിരുന്നു. അത് ക്യാൻസലാക്കിയോ ഇല്ലെന്ന് അറിഞ്ഞോളാം. എങ്കിലും അവർ ഇതേ സമയം ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ച് എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് അവർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതെല്ലാം മംഗളവരായി എടുക്കാൻ വേണ്ടി ഇവിടെ ഗായക സംഘമുണ്ട്. പിന്നെ ഇവിടെ ആശംസ ഗാനം പാടിയ വച്ച് ഞാൻ ശ്രദ്ധിച്ച് ആ വച്ച് എല്ലാ പാട്ടും ഒന്നും നോക്കാതെയാണ് പാടുന്നത്. ബാക്കിയുള്ള മൊബൈലിൽ നോക്കിയാണ് പാടിയത്. പക്ഷെ അവർക്ക് ആ കൊച്ചിന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ വേണ്ടി. പിന്നെ എല്ലാം സംഘടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും സിസ്റ്റേഴ്സിന്റെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അതായത് പൂച്ചട്ട് കൊടുക്കാനൊക്കെ എല്ലാ കാര്യത്തിലും നമ്മുടെ മഠത്തിലെ സിസ്റ്റേഴ്സ് നമുക്ക് എല്ലാ കാര്യത്തിലും കൂട്ടായിട്ട് നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ മുഖ്യ അതിഥി നമ്മോടൊപ്പം തന്നെ നമ്മുടെ എന്തായാലും നമ്മുടെ അച്ഛനും ഒരു സ്നേഹസമ്മാനം കൊടുക്കുന്നുണ്ട്. അച്ഛനെ സ്നേഹസമ്മാനം സ്വീകരിക്കാനായിട്ട് സ്നേഹം. നമ്മുടെ ഇന്നത്തെ വിളിച്ചിങ്ങനെ ഒരു പ്രാർത്ഥനയോടെ സമാപിക്കുകയാണ്. ശേഷം എല്ലാവരും സ്നേഹവിരുന്നുണ്ട്. ആ സ്നേഹവിരുന്ന് സ്വീകരിച്ചിട്ടേ പോകാവൂ. പ്രത്യേകിച്ച് നമ്മുടെ വിവിധ ഭക്തസംഘ ഭാരവാഹികൾ സ്നേഹവിരുന്നിന് അവർക്ക് പ്രശ്നമുണ്ട്. ശേഷം അവരുടെ നിൽക്കണം, മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാവൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും നിന്നൊരു ഫോട്ടോ എടുക്കണം. അത് ഫോട്ടോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പോകാവൂ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ സന്നദ്ധയിൽ ഒത്തുചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും വളരെയേറെ സഹിച്ചു അങ്ങയുടെ മുമ്പിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ കുടുംബത്തെ കരുപിടിച്ച അവിടുത്തെ ഈ പ്രിയമക്കൾ എല്ലാവരും ഇവിടെ ഒത്തുചേരുമ്പോൾ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇതിലൂടെ ഇവരുടെ സമൂഹത്തെയും അവരുടെ കുടുംബങ്ങളെയും ഈ സമൂഹത്തെ ഇടവുകയും അടുത്ത് നിർത്തുവാൻ അവിടുന്ന് ഇവരെല്ലാവരെയും പ്രേരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതിനോട് നന്ദി പറയുന്നു. ഇവർക്ക് കൂടുതൽ ആരോഗ്യവും ആയുസ്സും നൽകണമേ. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ
കൃപകൊണ്ടുവരെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥ എപ്പോഴും ഉള്ളോട് ഉണ്ടായിരിക്കട്ടെ. കർത്താനോല പരിശുദ്ധമായ പരിശുദ്ധാത്മാവൻ പറയുകയും ധരിച്ചു എന്ന് പറഞ്ഞ പറയുന്നേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുവാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. ദാസന്റെ വചനം പോലെ എന്ന് പറഞ്ഞ പറയുന്നേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുവാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. വചനമാംസമായി നമ്മുടെ വസിച്ചു എന്ന് പറഞ്ഞു പറയുന്നേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാൻ സർവീശ്വരാമയുടെ സന്ദേശത്താത്മയുടെ ഈശോ മിശിഹായുടെ മനുഷ്യാവതരവർത്ത് അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവിച്ചിടമുകയും അവരെ അനുഗ്രഹിക്കണമെന്ന് ഈശോ മിശിഹാ വഴി വീടുകൾ അപേക്ഷിക്കുന്നു. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ഈശോ മിശിഹായുടെ സ്തുതിയായിരിക്കട്ടെ. കണ്ടിട്ട് കുഴപ്പമില്ല.
എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കോ. അവിടെ വരുന്നോ മേടിക്കാൻ ഞാൻ ഭയങ്കര ഫുഡ് പിന്നെ ഇരിക്കുവാണെങ്കിലേ ഇവിടെ അവിടെ പോയോ